you have been involved in Varane Avashamundu. Actually, no. My first twist with acting Koodaiലാണ്. പൃഥ്വിരാജിന്റെ കൈയായിട്ട് രഞ്ജിത്ത് സാറിന്റെ കാലായിട്ട്, which all assistant directors do. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കമിഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം വെമ്പനാട്ടുകായൽ തിരകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ അരവിന്ദ് വേണുഗോപാലായിട്ട് ഒരു ഇന്റർവ്യൂ തുടങ്ങി. അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് എവരിവൺ ടു കോസ്മോ മലയാളി. ഐ എം നിതിൻ റോയ് ആൻഡ് യു ഹാവ് സവിത ആൻഡ് സ്പെഷ്യൽ ഗസ്റ്റ് അരവിന്ദ് വേണുഗോപാൽ. അപ്പോൾ ഇനി ഇത്രയും കഴിഞ്ഞ എപ്പിസോഡിൽ വി വർ ടോക്കിംഗ് അബൌട്ട് അരവിന്ദ്സ് മ്യൂസിക് ഇൻവോൾവ്മെന്റ് ആയിരുന്നു, നമ്മൾ കൂടുതൽ മ്യൂസിക്കും പാട്ടും ഒക്കെ. ഈ ഒരു എപ്പിസോഡിൽ വി ആർ ഗോയിങ് ഇൻടു മോർ ഡീറ്റെയിൽ അബൌട്ട് അരവിന്ദ്സ് ഫിലിം മേക്കിംഗ് കരിയർ. അതെ, അപ്പൊ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ഫിലിംസ് ആൻഡ് വാട്ട് മെയ്ഡ് യു be more interested in films? Especially you have a more of a music background അല്ലേ, വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. കൊച്ചിലെ ആണെങ്കിൽ ദോ ഐ ഹാവ് എ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്. കൊച്ചിലെ തൊട്ട് ഇഷ്ടംപോലെ സിനിമ കാണാൻ പോവായിരുന്നു തിയേറ്ററിൽ. ആൻഡ് മൈ ഡാഡ് വി ഓൾ യൂസ് ടു ഡിസ്കസ് അബൌട്ട് ദോസ് ഫിലിംസ്. വീട്ടിലും തന്നെ ഏത് പുതിയ സിനിമ, പണ്ട് VCD പ്ലേയേഴ്സ് ആണല്ലോ, VCR പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പൊ കാസറ്റ്സ് റെന്റ് ചെയ്തിട്ട് വീട്ടിൽ ഒരു കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു, VCR മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിട്ടിട്ട് പുതിയ പടങ്ങളെല്ലാം ഞങ്ങൾ കാണുമായിരുന്നു. സ്റ്റേഷന്റെ ചെന്നൈ, അച്ഛൻ വർക്കിംഗ് ഇൻ ഓൾ ഇന്ത്യ റേഡിയോ ആ സമയത്ത്. അപ്പൊ ചെന്നൈയുടെ അടുത്ത് തന്നെ ഞങ്ങൾ റെന്റ് ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പൊ എല്ലാ പുതിയ സിനിമകളും മാക്സിമം തിയേറ്ററിൽ തന്നെ അല്ലെങ്കിൽ ഈ VCRൽ എങ്ങനെയെങ്കിലും നമ്മൾ കാസറ്റ് ഇട്ട് കാണുമായിരുന്നു. ആൻഡ് യു ഓൾ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ എപ്പോൾ തൊട്ടാണ് ഈ ഫിലിം മേക്കിംഗ് കമ്പം എനിക്ക് തുടങ്ങിയത്. ബട്ട് ഐ വാസ് ഓൾവേസ് ഇൻക്ലൈൻ ടുവേർഡ്സ് വിഷ്വൽ ആർട്സ്. ഫോട്ടോഗ്രഫി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞിട്ട് ഐ റിയലി ഡിഡ് നോട്ട്, ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് ആസ് ടു വാട്ട് ടു ഡു നെക്സ്റ്റ്. അക്കൗണ്ടൻസി, ഐ വാസ് എ കോമേഴ്സ് സ്റ്റുഡന്റ്. 10th കഴിഞ്ഞിട്ട് മാത്സ് പറ്റില്ല, 12th കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി പറ്റില്ല, അപ്പൊ എന്തായാലും BCom പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ then I was searching for prospective, എന്തായാലും ഒരു ബാച്ചിലേഴ്സ് വേണം, ഡിഗ്രി വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ചിങ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത്. അപ്പൊ സിലബസ് എടുത്ത് നോക്കിയപ്പോൾ ഫോട്ടോഗ്രാഫി, ഡ്രോയിങ്, ഫിലിം സ്റ്റഡീസ്, അതിലേക്ക് അധികം പഠിക്കാനൊന്നും ഇല്ല അപ്പൊ എന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. You think you're more hands-on than or more creative than ഒരു ഇരുന്ന് പഠിക്കുന്ന academic type of a person? Definitely. Oh yeah, I was never the ഇരുന്ന് പഠിക്കുന്ന kind of person. So ഞാൻ നോക്കിയപ്പോൾ അധികം പഠിക്കാനായിട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. So I joined for that. അതില് second yearൽ we had one of the semesters, I think we had film studies classes where we had to learn about the history of films. Not just padam കാണുക എന്നല്ലാണ്ട് a little more in-depth knowledge about what films are, how it was made, how it started, the different kinds of films that existed. നമ്മൾ കാണുമ്പോൾ 90s മോഹൻലാൽ മമ്മൂട്ടി പടങ്ങൾ കാണുന്നു, അതിന്റെ മേളിൽ വലിയ നോളജ് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ എവിടെന്നാ തുടങ്ങുന്നത്, എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, വാട്ട് ഇസ് ദ ടെക്നിക് ബിഹൈൻഡ് ഇറ്റ്. എനിക്കൊന്നും അറിയില്ല വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ് ദ ക്യാമറ. നമ്മൾ ഈ തിയേറ്ററിൽ വരുമ്പോഴാണ് എന്താണെന്ന് അറിയണം. മേ ബി വി ഷുഡ് ഹാവ് അനദർ എപ്പിസോഡ് യു എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു us exactly what goes on. So that's for future. I think I fell in love with films as such during that time when I got to study about its history, how effective as a medium it is. കാരണം നമ്മുടെ നാട്ടിൽ, especially in South India, film stars have become politicians, and they've used and there's a history of using films as a propaganda to for their own. For Hitler, for example, നമ്മുടെ നാട്ടിൽ തന്നെ കുറെ politicians, they used films as a means of projecting their ideas onto the people, and the reason they do that is because it's a very powerful medium. കുറെ ആൾക്കാർ ഒറ്റയടിക്ക് വന്ന് കാണുന്ന ഒരു സാധനമാണ്. Not a lot of people read the book at the same time, but when you're watching a film, like at least 200-300 people are in one space and they're watching the same thing. ഇപ്പൊ തന്നെ പൊന്നിയൻ സെൽവൻ, അതിനെ പറ്റി സ്റ്റോറി തന്നെ, ആ സിനിമ വന്നേ പിന്നെ that story has become so popular അല്ലേ. Now we are into like I am reading history books now, looking more into those sort of books. So അതാണ് അതിന്റെ ആ ഒരു education, that strength of our communication is so strong with movies. ഭയങ്കര എഫിഷ്യന്റ് ആണല്ലോ ആ ഒരു
കുറച്ച് ആൾക്കാരിൽ നിന്നും എഫക്ട് ഇസ് മൾട്ടിപ്പിൾ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഐ ഡിഡ് മൈ MSc കമ്മ്യൂണിക്കേഷൻ, വിച്ച് വാസ് മോർ ഓർ ലെസ് സപ്ലിമെന്ററി കോഴ്സ് പോലെയായിരുന്നു ഫോർ മൈ ഡിഗ്രി. എവിടെയാ അത് ചെയ്തത്? ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് വാസ് ഇൻ ടെലിവിഷൻ പ്രൊഡക്ഷൻ, വിച്ച് ബേസിക്കലി മെന്റ് പ്രൊഡക്ഷൻ ഓഫ് എനിത്തിങ് ദാറ്റ്സ് വിഷ്വൽ. അതിൽ ഫിലിം മേക്കിംഗ് ഉണ്ടായിരുന്നു. ദെൻ ഐ തിങ്ക് വി ഹാഡ് ടു സബ്മിറ്റ് ഞങ്ങളുടെ തീസിസ് ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എടുത്ത് കൊടുക്കേണ്ടത്. സോ ഇറ്റ് വാസ് വെരി റൈറ്റ് ഓഫ് മൈ ആലി ആയിരുന്നു. Then I went into advertising for a bit. I worked with VK Prakash and Malayalam director. VKP sir's കൂടെ I had interned at his ad production house. He's also a very well-known ad filmmaker. So I had interned with him. I had also worked with Prakash Verma, who owns one of the leading production houses, ad production houses in the country, Nirvana Films. I was also working there for 3-4 months. And then I worked in an ad agency called Stark over here in Trivandrum as a copywriter. So I was always inclined towards visual arts and ഭയങ്കര ഇഷ്ടമായിരുന്നു. That's the time when I realized that short formats അല്ല, long formats ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. So that's when I decided I would go learn filmmaking. Then ഇന്ത്യയുടെ അകത്ത് പഠിക്കണോ പുറത്ത് പഠിക്കണോ എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. I had written Pune Film Instituteന്റെ 2 വർഷം ഞാൻ ടെസ്റ്റ് ചെയ്തു. I think entire ഇന്ത്യയിൽ 16 സീറ്റേ ഉള്ളൂ. Obviously I did not get in. എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട് അതിന് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ? നാഷണൽ എൻട്രൻസ് എക്സാം ആണ്. പെർട്ടിക്കുലർ കോഴ്സ് that I was applying in 16 സീറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 വർഷവും എൻട്രൻസ് പാസ് ആവാത്തതുകൊണ്ട് I decided എന്നാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കാന്ന് പറഞ്ഞിട്ട് I was looking at private institution and I was comparing prices. It was kind of expensive, so I was comparing the price over here, the tuition fees over here, with the tuition fees of a university if I go to university and study പുറത്ത്. വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. Then I spoke to dad and I was like, ഈ വെളിയിൽ പോയാൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പോഷർ കിട്ടുമല്ലോ. I realized that education is the same. You can learn about filmmaking from just YouTube. Basics of filmmaking YouTube മതി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ the exposure changes your entire outlook in life. So that is one of the best, I think that is one of the best decisions that I ever made in life, to go abroad and study. Primarily not just because of filmmaking, but just the people I met there. പല രാജ്യത്തിന് പല കോണ്ടിനെന്റ്സ് നിന്ന്. I think Australia, Oceania and Antarctica അല്ലാണ്ട് ബാക്കി എല്ലാ കോണ്ടിനെന്റ്സും ആൾക്കാരുണ്ടായിരുന്നു in my class. I suppose that has actually made you change you as a person as well, അല്ലേ? Your personality. Definitely. ഒരു exposure അല്ലേ? Next thing I wanted to do is see how my education, how it's implemented here. അതായത് ലോക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയണമായിരുന്നു. For which I had to assist someone. അപ്പൊ ഞാൻ വന്ന ഉടനെ top of the list was one was Vineeth Sreenivasan, second was Anjali Menon. Not just because they're great filmmakers, but they've also come across as very nice people in life. So I wanted to work with them. Very peaceful ആയിട്ട് തോന്നിയിട്ട് രണ്ടുപേരുടെ ഇന്റർവ്യൂസും the way they talk. I feel that they're very calm, very peaceful ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, which they are. അതുകൊണ്ട് Vineeth had just finished Jacob in the Swargaraja, and he was not going to make any films for the next couple of years. So and then I had contacted Anjali, and Anjali coincidentally was starting off Pune. Then I joined her. Was that your first project film after you came back from US? Yes, 2016 ഞാൻ തിരിച്ചെത്തി. 2017 is when Kude started, and I was also working as an AD for a TVC factory എന്ന് പറഞ്ഞിട്ടൊരു advertising production house ഉണ്ടായിരുന്നു in Cochin. So till Kude started, I was working there. Okay. And how was it to work with Anjali Menon and Vineeth Sreenivasan? എങ്ങനെയാണ്? What sort of അവരുടെ qualities ഉണ്ടാവുമല്ലോ as directors, and what have you imbibed from them, and what did you appreciate in them? The main thing I appreciate in both of them is not technical. It doesn't necessarily have to do with filmmaking. It's just how kind and nice they are and gentle they are to people in general. That's one thing that I've noticed in both of them. Karanam, as assistant directors, you sort of speak to other assistant directors on set. അവർ വേറെ പല ഡയറക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് പറയും. Some of them are very traumatizing. Physical abuse, mental abuse, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കും. Because high pressure environment ആണ്. So not everyone can be very calm and quiet in those situations. ചിലർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. And I think Anjali ma'am herself has said that not every great filmmaker is a good person. Like, yeah, that's true. But thankfully both of
the people I work with, they're great human beings and they're also master filmmakers. Their approach towards filmmaking are very different. Our process is very different. And though intrinsically they talk about people and their emotions, most of their movies center around humans and their emotions. It's not plot oriented. Most of their successful movies deals around with people and their issues. We can relate to their movies as people. And that is, I think, part of their success. Yes, our approach towards movies are completely different. Process of filmmaking വളരെ different ആണ്. Both are schools of filmmaking. രണ്ടുപേരും schools of filmmaking തന്നെയാണ്. പിന്നെ ആസ് എൻ ആക്ടർ യു ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ വരനെ ആവശ്യമുണ്ട്. Actually, no. My first twist with acting കൂടെയിലാണ്. പൃഥ്വിരാജിന്റെ കൈയായിട്ട്, രഞ്ജിത്ത് സാറിന്റെ കാലായിട്ട്, which all assistant directors do. Every AD has to stand in. Yeah. What was that? We never knew about it. ഒരു കൈ മാത്രം. So ഒരു ഷോട്ടിന് maybe I think for കൂടെ I think വാനവില്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്. It's basically a romance song between Prithviraj and Parvati sitting inside the van, and Prithviraj has to cross in front of the camera and go so that Parvati is looking at him. And I think Raju was not on set for angante endo issue, so he was not available. And then പുള്ളീന്റെ കോംപ്ലക്ഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഞാൻ മാത്രമേ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ മാച്ച് ചെയ്യുന്നത് ഞാനായിരുന്നു സെറ്റിൽ. അപ്പൊ പുള്ളീന്റെ കോസ്റ്റ്യൂം എനിക്ക് തന്നു. എനിവേ മൈ ഫേസ് ഇസ് നോട്ട് സീൻ, സോ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഐ ഔട്ട് ഓഫ് ഫോക്കസ്. നടന്നു പോയാൽ മതി, ആൻഡ് ഐ ലൈൻ ഷീ വിൽ സീ യു വാക്കിംഗ് അക്രോസ് ആൻഡ് ഹെർ ഐ ലൈൻ വിൽ ബി യു. And then I think there was also another scene where I'm picking up something, and as in Raju character is picking up something, and I think ആ സമയത്തും he was not available. അപ്പോ ആ ഒരു പെർട്ടിക്കുലർ ഷോട്ടിന് എന്റെ ഞങ്ങളുടെ ഫീച്ചേഴ്സ് കുറച്ച് സിമിലർ ആയതുകൊണ്ട് ഇല്ല കുഴപ്പമില്ല, when you cut it no one would know the difference. അപ്പൊ എന്റെ കൈയായിരുന്നു. അതുൽ കുൽക്കർണി സാറിന്റെ കൈയായിട്ട് വന്നിട്ടുണ്ട്. I think രഞ്ജിത്ത് സാറിന്റെ കാലായിട്ട്. I was wearing a pants, so anyone could have done that. വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ. ഓക്കെ, വളരെ എളിമയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനിങ്സ് യു സ്റ്റാർട്ടഡ് ആക്ടിങ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ വരനെ ആവശ്യമായിട്ട് വന്നപ്പോ ഹൗ വാസ് ഇറ്റ്? അതായത് യു ആർ വർക്കിംഗ് വിത്ത് ശോഭന, KPS ലളിത, സുരേഷ് ഗോപി. I didn't know. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സോ കോൾ വരുന്നത് I was in എറണാകുളം. അപ്പോ അനൂപേട്ടനാണ് എന്നെ വിളിക്കുന്നത്, അനൂപ് സത്യൻ, ഹു വാസ് ദി ഡയറക്ടർ ഓഫ് ദി ഫിലിം. അപ്പൊ പറഞ്ഞപ്പോൾ ഇങ്ങനെ അനൂപ് സത്യനാണ്, ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. അപ്പൊ I had read, obviously we were very updated thanks to social media. We're very updated about what film is happening, who is starring in it. Especially it was a very big project. കാരണം Satyan Andikadu again is directing, Suresh Gopi, Shobana, Dulquer Salman എല്ലാവരും ഒരുമിച്ച് വരുന്നു. So I had read about it, so I knew who he was. And when he started explaining about the song, I thought he wanted me to sing it. അപ്പോൾ it's not going into my head that പുള്ളി അഭിനയിക്കാനാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത്. He was saying ഒരു നവരാത്രി സോങ് ആണ്, ഒരു കർണാട്ടിക് സോങ് ആണ്, ചിത്ര ചേച്ചിയാണ് ഫീമെയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഐ ഗിവ് ഹിം 100% ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കാം. വെൻ ഹി വാസ് ലൈക്ക് അല്ലല്ല പാടാനല്ല, കാർത്തിക് ഓൾറെഡി പാടിക്കഴിഞ്ഞു, അരവിന്ദ് ആ പാട്ടൊന്ന് അഭിനയിക്കാനാണ്. നാച്ചുറലി എനിക്ക് ആദ്യമായിട്ട് ഞാൻ നോ എന്നാണ് പറഞ്ഞത്, നോവേ. അപ്പൊ ആ സമയത്ത് ശോഭന മാമിനെ പറ്റി ഒന്നും പറയുന്നേ ഇല്ല. അപ്പൊ ഒന്നുമില്ല, അരവിന്ദിന്റെ മ്യൂസിക് മോജോ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെയ്യുന്നത് തന്നെ ഇവിടെ ചെയ്താൽ മതി. ഐ സെൻഡ് യു ദ സോങ്, ഐ സെൻഡ് യു ദ ലിറിക്സ്, ലേൺ ദ സോങ്, കം സിറ്റ് ഡൗൺ ആൻഡ് സിംഗ് ഇറ്റ്, ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം. ലൈക്ക് ഓക്കെ, എന്നാ കുഴപ്പമില്ല. അവിടെ എത്തിയിട്ടാണ് മനസ്സിലാവുന്നത്, ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ സോങ്, ടുവേർഡ്സ് ദി എൻഡ് ബിറ്റ് ഓഫ് ദ സോങ്, ശോഭന മാം is going to come sit and then she is going to start singing. She sits next to you, right? Yeah. How is it to work with them, like Shobana work ചെയ്യാനായിട്ട്? It was great. കാരണം കൊച്ചിലെ തൊട്ടേ കാണുന്ന ആൾക്കാരാണല്ലോ, മോഹൻലാൽ, മമ്മൂട്ടി, ശോഭന, രേവതി, ഇങ്ങനത്തെ ആൾക്കാരെ
through films, you're very, it's like they're part of your family because you അതെ. regularly see them on TV. She's very, she made me feel that he's very kind person ആണ്, and she knows exactly, she's very well versed in her craft. അതായത് കണ്ടിന്യൂറ്റി ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒറ്റ ക്യാമറയല്ലേ ഉള്ളൂ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം നമ്മളൊരു വൈഡ് ഷോട്ട് ആയിരിക്കും വെക്കുന്നത്, വേർ ഓൾ ദ ആർട്ടിസ്റ്റ് ആർ സീൻ ആൻഡ് ഐ എം സിംഗിങ്, Shobhaman is also singing. അങ്ങനത്തെ ഒരു ഷോട്ട് ആയിരിക്കും നമ്മൾ വൈഡ് വെക്കുന്നത്. സെയിം തിങ് യു ഹാവ് ടു ഡു അഗൈൻ വെൻ ദേ ഗോ ഇൻ ഫോർ എ ക്ലോസ് അപ്പ്. അപ്പൊ നമ്മൾ ഈ ചെയ്ത സെയിം ആക്ഷൻ ഹാസ് ടു ബി കണ്ടിന്യൂസ്. അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് മാറിപ്പോവും. അപ്പൊ അത് കണ്ടിന്യൂറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അപ്പൊ ഷീ ഈസ് വെരി പ്രിസൈസ്. അപ്പൊ ഞാൻ മറന്നു പോകുമ്പോൾ ഐ യൂഷ്വലി ആസ്ക് ഒരു പ്ലേ ബാക്ക് തരുമോ, ഞാൻ ഏത് കൈയാ യൂസ് ചെയ്തേ, ഐ വിൽ നീഡ്, കാരണം ഐ വുഡ് ഹാവ് ഫൊർഗോട്ടൻ വിച്ച് ഹാൻഡ് ഐ യൂസ്ഡ്, പാടുമ്പോൾ ഈ കൈയാണോ ഈ കൈയാണോ എന്നുള്ളത്. ഷീ റിമെമ്പേഴ്സ് ഇറ്റ് ഓൾ. കാരണം അവർ ഫിലിമില് ഫിലിമിൽ പ്ലേ ബാക്ക് ഒന്നുമില്ല. They have to be precise. Gosh, okay. You never realize how tough it is. അല്ലേ, നമ്മളൊരു സിനിമ കാണുമ്പം we just watch it for an hour or two and then we are so easy criticizing it and or appreciating it. പക്ഷെ അതിന്റെ behind the scenes ഹാർഡ് വർക്ക് ഒന്നും നമ്മൾക്ക് മനസ്സിലാവില്ല. And അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, I think we really need another episode for you to come back and tell us more about how you make a film. That will be a very interesting episode. You mentioned earlier about a script and screenplay എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. So anything else എന്താ in future ആക്ടിങ്ങോ അങ്ങനത്തെ ഡിറക്ഷൻ പ്രോജക്ട്സ് ഫ്യൂച്ചറിലുണ്ടോ? ഉടനെ എന്തെങ്കിലും വരുന്നുണ്ടോ in the pipeline? Hey, no, I was never interested in becoming an actor. I just so happened and I went with the flow. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല അഭിനയിക്കാനൊന്നും. But what I want to be is an filmmaking student. എൻ്റെ passion, one of my passion filmmaking ആയതുകൊണ്ട് my ideal goal is to be a filmmaker and make films, direct films. അതിന്റെ ഭാഗമായിട്ട് I am writing my own screenplay. It's a story that I have created and I have given the character names, given them situations to be in, given them dialogues, what to say. Our writing process is going on. ഇത് എഴുതി കഴിഞ്ഞിട്ട് then actors-നെ കണ്ടുപിടിക്കണം and പിന്നെ production comes in and then music, then everything. പതുക്കെ ഓരോരോ ആൾക്കാരായിട്ട്, when you start off it's just me now involved in the project. It's a long haul, അല്ലേ? It's a long haul process. അതെ, കാരണം റിലീസ് കഴിഞ്ഞിട്ടും യുവർ പ്രൊമോഷൻ ടീം വിൽ ബി വർക്കിംഗ്. അപ്പോൾ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രോസസ് ആണത്. ബി എൻ ആർട്ടിസ്റ്റ് ലൈക്ക് ഇപ്പൊ മ്യൂസിക്കിലാണെങ്കിലും പാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിലാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് വർക്കിലാണെങ്കിലും നമുക്ക് റിവ്യൂസും ക്രിറ്റിസിസംസും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അത് അരവിന്ദ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് ഇസ് ഓൾവേസ് നൈസ്. എന്റെ അച്ഛൻ എടുത്തു പറഞ്ഞ അതേ കാര്യങ്ങൾ വേണ്ട ആൾക്കാരെ എടുത്ത് പറയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേ ഐ പ്രൊണൗൺസ് ല ള, എന്റെ ചില്ലക്ഷരങ്ങൾ ശ്രദ്ധിക്കണം അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഐ വാസ് വെരി കംഫർട്ടബിൾ. പണ്ട് എനിക്ക് മലയാളത്തിനെക്കാട്ടിലും കൂടുതൽ ഞാൻ തമിഴ് സംസാരിക്കുമായിരുന്നു. അപ്പൊ ഐ യൂസ് ടു സ്പീക്ക് വെരി ഗുഡ് തമിഴ്. ആൻഡ് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മലയാളം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് തുടങ്ങി. അത് കാരണമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഐ മേക്ക് ഷുവർ എനിക്ക് എക്സ്ട്രാ എഫേർട്ട് ഉണ്ട് ലാ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ. ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു give more attention to words which has ചില്ലക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുക. അപ്പൊ ഇതേ കാര്യങ്ങൾ എനിക്ക് ആദ്യത്തെ ഐ തിങ്ക് മഴപാട് വന്നപ്പോൾ 1-2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആ പ്രൊണൗൺസിയേഷൻ പ്രശ്നമുണ്ട്. പൊതുവെ എല്ലാവരും പറയുമല്ലോ, എല്ലാ സിംഗേഴ്സും പഴയകാലത്തെ സിംഗേഴ്സ് പറഞ്ഞു ഇപ്പത്തെ മലയാളം പാടുന്ന കുട്ടികൾ മലയാളം തന്നെയാണോ പാടുന്നതെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. ഈ ന്യൂജൻ പാട്ടുകളിലൊക്കെ ഒരു തമിഴ് കലർന്ന, എസ്പെഷ്യലി വെൻ യു ബ്രിങ് ഇൻ സിംഗേഴ്സ് ഫ്രം ഔട്ട്സൈഡ് കേരള ആൻഡ് മേക്ക് ദം സിംഗ് മലയാളം സോങ്സ്, ഇനിഷ്യലി ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് അല്ലേ ആ ഒരു പ്രൊണൗൺസിയേഷന്റെ. പക്ഷേ അത് ഇപ്പൊ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ഉച്ചാരണം, ആ ഒരു ട്വിസ്റ്റ് ഇൻ ദ ഉച്ചാരണം അല്ലേ, പ്രൊണൗൺസിയേഷൻ ട്വിസ്റ്റ്. I think we've kind of accepted it. Having said that, what do you think your strengths and weaknesses are as a person? We'll come to a more general questions. നമ്മൾ ഇത്ര നേരം ഫിലിമിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ആസ് എ പേഴ്സൺ എന്താണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? ഒരു വീക്ക്നെസ് എന്തെങ്കിലും പറഞ്ഞാൽ മതി. I think my strength
strength and weakness are the same thing. And my strength, I think, is that I'm very accommodative. My weakness is also, I think, is I'm too accommodative. ചിലപ്പോ നമ്മൾ നോ പറയേണ്ട സമയത്ത് നിന്ന് അറിയാണ്ട് യെസ് പറഞ്ഞു പോകുന്നല്ലേ. Yeah, yeah. പാട്ടും സിനിമയും അല്ലാതെ വർക്കല്ലാതെ വാട്ട് ആർ യുവർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർ യു ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്? I'm not that interesting a person. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സ്പോർട്സിൽ ഐ ഡോണ്ട് ആക്ച്വലി ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനത്തെ മേജർ സ്പോർട്സ് ഒക്കെ ഫോളോ ചെയ്ത് കുറച്ച് വർഷങ്ങളായി. ഐ ഡു ഫോളോ ഫോർമുല 1 though. പിയർ പ്രഷർ കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷെ ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. ഫോർമുല 1 ഞാൻ ഫോളോ ചെയ്യും. എല്ലാ ഗ്രാൻഡ് പ്രീ സമയത്തും വി ഓൾ ഹാവ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഓൾ മൈ ഫ്രണ്ട്സ് വർ ഇൻടു F1. അപ്പൊ ഭയങ്കര ഫാൻ ഫൈറ്റ് ആണ്. വി ഓൾ ഹാവ് അവർ ഫേവറേറ്റ് ഡ്രൈവേഴ്സ്. അതിൽ ഇന്ന് രാവിലെയും there was a ഗ്രാൻഡ് പ്രീ. അപ്പൊ ഇന്ന് ഫുൾ മെസ്സേജിങ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് ഇസ് പിന്നെ ബാഡ്മിന്റൺ ഐ പ്ലേ. അത് ലോക്ക്ഡൌണിൽ തുടങ്ങിയൊരു കാര്യമായിരുന്നു 2020. ജസ്റ്റ് വെൻ ലോക്ക്ഡൌൺ ലിഫ്റ്റഡ് we were all at home. അത് കഴിഞ്ഞിട്ട് most of my friends who had gone out and who were working in Bangalore, Bombay, they all came back home. കാരണം വെറുതെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് they didn't have to pay the rent. ബോംബെയിലത്തെയും ബാംഗ്ലൂരിലത്തെയും rent is much higher. എല്ലാവർക്കും ഇവിടെ വീടുണ്ട്. And since it was work from home, they all came back. അപ്പൊ everyone was here. So we all decided ഇങ്ങനെ ഫിസിക്കലായിട്ട് വല്ലതും ചെയ്യാം. കാരണം 2 മാസം അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. I put on a lot of weight. It was necessary that we all moved about a little. Then we really got into it. Then we started following championships. പിന്നെ what's your favorite food? Do you cook? Do you have any interest in cooking? I have interest in cooking Maggi. Maggi. സാധാരണ മാഗി ബോറടിച്ചു തുടങ്ങിയപ്പോ ചെറിയ ട്വിസ്റ്റ് ഒക്കെ. മാഗിയിൽ മുട്ട ഒഴിക്കുക, ലൈക് സോട്ടേ ബേസിക് വെജിറ്റബിൾസ്, പതുക്കെ സോയ് സോസ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാഗി ബേസ്ഡ് ആണ്. അല്ലാണ്ട് കുക്കിംഗ് ഒന്നും വലുതായിട്ടില്ല. My favorite food is always Amma's dosha and chicken curry. Like all time. Of course. So എല്ലാവർക്കും അമ്മയുടെ കുക്കിംഗ്, it's always number one. കുക്കിംഗ് കാര്യത്തിൽ പേടിക്കണ്ട, അത് പതിയെ തന്നെ വന്നോളും. You will have to cook at some point. No, I did. അമേരിക്കയിൽ തനിച്ചാണ് സമയത്ത് വേറെ വഴിയില്ലല്ലോ. You can't afford to buy Sunday ചിക്കൻ കറി കുറെ ഉണ്ടാക്കി വെക്കും and lot of മറ്റേ തോരൻ, either vegetables എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. ചോറ് മാത്രം ആവശ്യമുള്ള സമയത്ത് ബോയിൽ ചെയ്ത് കഴിക്കും. ചപ്പാത്തി വാസ് നോട്ട് അവൈലബിൾ, സോ ഐ യൂസ്ഡ് ടു ഹാവ് ടോർട്ടിയാസ്. ഞങ്ങള് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇടയ്ക്ക്. അതൊക്കെ നെസസറി ആണെങ്കിൽ മാത്രം യെസ് ഐ കുക്ക്, അല്ലാത്ത സമയത്തില്ല. പിന്നെ അരവിന്ദ്, ഇപ്പോ കമ്മിങ് ടു അവർ ലാസ്റ്റ് ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ്, അപ്പൊ അതിനകത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സി ആസ് എൻ ആർട്ടിസ്റ്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ഇൻ മ്യൂസിക് ഓർ ഇൻ ഫിലിം മേക്കിംഗ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എപ്പോഴും there are certain things that you enjoy the most. ഏറ്റവും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല, അതെന്താണ്? അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജോബിലും ഇതുപോലെ തന്നെ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഭാഗങ്ങളുണ്ടാവും, അതും എന്താണെന്ന് അരവിന്ദിന് പറയാൻ പറ്റും? എനിത്തിങ് അബൌട്ട് മ്യൂസിക് ഇസ് ഗ്രേറ്റ്. എനിക്ക് പാടാൻ ഇഷ്ടമാണ്. ഇറ്റ്സ് എ വെരി ഫെയർലി വെൻ കമ്പയർ ടു ഫിലിം മേക്കിംഗ്, വിച്ച് ഇസ് ഐ തിങ്ക് കുറച്ചും കൂടെ ഫിസിക്കലി ടാക്സിങ് ആണ്. To be there on set, work for 16 to 18 hours a day, കുറച്ചുകൂടി ഫിസിക്കലി ടാക്സിങ് ആണ് ഫിലിം മേക്കിംഗ് ആസ് എ പ്രോസസ്. കമ്പയർഡ് ടു പാട്ടാണെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഐ യൂഷ്വലി റെക്കോർഡ് സോങ് ഇൻ 2 to 3 hours. അത് AC റൂമിൽ പോയിട്ട് ഒരു ക്യൂബിക്കിളിനകത്തിരുന്ന നോട്ട് മെനി പീപ്പിൾ, അതെ യു ഹാവ് പണ്ടത്തെ പോലെ സിംഗിൾ ടേക്ക് ഒന്നല്ലോ, യു കൻ ലൈൻ ബൈ ലൈൻ എടുക്കാൻ. കേസസ് വേർ ലിറിക്സ് മാറിയിട്ട് ഒരു വാക്ക് മാത്രമൊക്കെ പോയി റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഞാൻ വന്നത്, ലിറിക്സ് ചേഞ്ച് ചെയ്യാറ്. അപ്പൊ അത്രയും എളുപ്പമാണ്. ഇപ്പോ ഫിസിക്കലി ലെസ് ടാക്സിങ് ആണ്. ബട്ട് ബോത്ത് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് വേണ്ട, യു നീഡ് honesty. You have to be very honest towards your craft. You have to be 100% committed to what you're doing, and conviction വേണം. Whichever this goes with any job, anything that you're doing. അപ്പൊ അതില്ലെങ്കിൽ പ്രശ്നമാണ്. What I don't like, എനിക്ക് അങ്ങനെ ഇതുവരെ there's nothing that I don't like. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അരവിന്ദ്, ഇപ്പൊ as you go up the ladder of fame towards being a celebrity, അത് ചിലവർക്ക് അനോയിങ് ആയിട്ട് തോന്നാമല്ലോ. കാരണം യു ഡോണ്ട് ഹാവ് യുവർ ഓൺ സ്പേസ്, യു ഡോണ്ട് ഹാവ് യുവർ ഓൺ പ്രിവസി, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഐ തിങ്ക് ഐ ടേക്ക് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ദ ജോബ്. എനിക്ക് ആ പ്രശ്നമില്ല എനിക്കിപ്പോ. I suppose you have seen this as you grew up, അല്ലേ? അച്ഛന്റെ ആ ഒരു പോപ്പുലാരിറ്റിയും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ people start recognizing him and all, അല്ലേ? I suppose you've seen it. It comes with the job. എനിക്ക് അത്
മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സോ That's good. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അരവിന്ദ്, ഞങ്ങളുടെ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് for having given us your valuable time answering our questions. I'm sure our listeners will absolutely enjoy watching and listening to you. thank you so much for having me. It was a pleasure talking to both of you. എന്തായാലും wishing you an amazing career and best wishes for all your endeavors. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ definitely we should meet again. ഈ ഫിലിമിനെ പറ്റി മാത്രം, the process behind taking a film, and I'm sure ഞങ്ങളുടെ listeners would want to know every minute bit of how you make a film എന്നുള്ള, and I'm sure we'll try and arrange that in future. അല്ലേ? Of course. ഇനിയും എത്രയോ ഒരു സാഗരം പോലെ ഇങ്ങനെ കിടക്കല്ലേ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അരവിന്ദ്, ഞങ്ങളുടെ ഈ കോസ്മോ മലയാളി എപ്പിസോഡിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വി ആർ വെരി മച്ച് ഓണർഡ്. താങ്ക് യു വെരി മച്ച്. അപ്പം ഇനിയും ഒരു വേറൊരു അവസരത്തിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പൊ നേരത്തെ സവിത പറഞ്ഞ പോലെ തന്നെ. പിന്നെ ലിസണേഴ്സിന്റെ അടുത്ത് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് അരവിന്ദിന് പറയാൻ പറ്റുമോ? Oh yes, please do support us and share, subscribe and press the bell icon. Absolutely, spot on. Thank you so much. Thank you so much. അന്തിക്കൂടം തമിഴ്ത്തിനിളം കള്ളു കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ.